കേസപ്പോൾ അങ്ങനെ നമ്മളിത് ഗൊണ്ടോളയുടെ ഏറ്റവും ടോപ്പിൽ വന്നു. 2200 മീറ്റർ സീ ലെവലിൽ നിന്ന് പൊക്കത്തിലുള്ള ഒരു സ്ഥലമാണ്. ഇത് ഇവിടെ ഇങ്ങനെ ഇതുപോലെ എനിക്ക് തോന്നുന്നു ഗ്യാസാണെന്ന് തോന്നുന്നു. ഒരു ഫ്ലെയിംസ് ഇങ്ങനെ വെച്ചിട്ടുണ്ട് നമുക്ക് ചൂടിന് വേണ്ടിയിട്ട്. ഇതുണ്ടോ, അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ നിന്നുള്ള കാഴ്ചകൾ. എന്ത് രസം നോക്കി. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു വൈൽഡ് ഫയർ ഉണ്ടായതിൻ്റെ പേരിൽ ഇവിടെ ഇങ്ങനെ വിസിബിലിറ്റി ഇച്ചിരി കുറവാണ്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിന്നുള്ള വ്യൂ അടിപൊളി കേട്ടോ. അതേ ആ ബാൻഫ്, നമ്മൾ നേരത്തെ കണ്ട ബാൻഫിലെ ആ സ്ട്രീറ്റാണത്. അതുകൊണ്ടോ, ഇതാണ് ശരിക്കുള്ള ബാൻഫ് സിറ്റി എന്ന് പറയാനൊന്നുമില്ല, ചെറിയൊരു ടൗൺ. അടിപൊളി. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ മേളിലേക്ക് ഇതുപോലെ ഒരു ബോർഡ് വാക്കിംഗ് ഉണ്ട്. സൾഫർ മൗണ്ടൻ എന്നാണ് ആ മൗണ്ടൻ്റെ പേര്. ആ സൾഫർ മൗണ്ടൻ്റെ പൊക്കത്തിലേക്കുള്ള ഒരു വോക്ക്. ഇതുണ്ടോ, നല്ല രസമാണ് കേട്ടോ. നല്ല വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടിരിക്കുന്ന ഒരു സ്പേസാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് ഒരു ചെറിയ വോക്കിന് പോകാം. ഇവിടെ ഇങ്ങനെ മൗണ്ടൻ പീക്കുകളൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് നേരെ ഇങ്ങനെ അങ്ങോട്ട് നോക്കി കാണുന്നതാണ്. അതുകൊണ്ട് അവിടെ എല്ലാം ഇങ്ങനെ ഓരോ പീക്കുകളായിട്ട് നമുക്ക് ഇങ്ങനെ സൂം ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പം ഈ പറഞ്ഞ വിസിബിലിറ്റി കുറവായതുകൊണ്ട് അത്ര ക്ലിയർ അല്ല, പക്ഷേ അത്യാവശ്യം അവിടെ ഐസൊക്കെ കിടക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അത് ഇവിടെ ഈ ബോർഡിൽ അത് ഏതൊക്കെ പീക്കാന്നുള്ളത് കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ നമുക്ക് നല്ല ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നില്ല. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാണുന്നതാണ് സൾഫർ മൗണ്ടൻ. ഇവിടെ ഉള്ളതിലൊരു 90% നമ്മുടെ നാട്ടുകാരാണ് അല്ലേ? നമ്മുടെ സ്വന്തം നാട്ടുകാരാണ്. കെട്ടന്മാർ നമ്മുടെ സ്വന്തമല്ല, മീൻസ് ഇന്ത്യ എന്നുള്ള അല്ലേ, നോർത്തിൽ നിന്നുള്ളവർ. കൊള്ളാം കേട്ടോ. വലിയൊരു മലയുടെ മുകളിൽ ഇതുപോലെ ഒരു ബോർഡ് വാക്കിംഗ് ഉള്ളതുകൊണ്ട് നമുക്കിങ്ങനെ നടക്കാൻ പറ്റും. വൈൽഡ് ലൈഫ് കണ്ടിരിക്കുകയാണ്. ഇങ്ങനെ നോക്കിയേ, ഇത് കണ്ടോ, കാട്ടാട് ഇത് കണ്ടോ. നമ്മുടെ എവിടെയാണ്, നമ്മുടെ ഇവിടെ മൂന്നാറിലൊക്കെ ഉള്ള മൗണ്ടൻ ഗോട്ടാണ് ഈ കാണുന്നത്. അത് കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് വന്ന് നിൽക്കുന്നുണ്ടോ, ഭയങ്കര രസമല്ലേ. വാ, അങ്ങനെ നമ്മൾ ഫസ്റ്റ് വൈൽഡ് ലൈഫ് കണ്ടിരിക്കുക ബാൻഫി വന്നിട്ട്. നോക്കിയേ, ഇതിലെല്ലാം കയറി നടക്കുന്നുണ്ടോ, എന്ത് രസമാണ് നോക്കി. അടിപൊളി. ഗൈസ്, നേരത്തെ നമ്മൾ കണ്ടുപോലെ തന്നെ ഇതും എത്ര പീക്കുകളാണെന്നറിയാം. ഇതെല്ലാം ഒരു 2500 മേളിലേക്ക് 3000 മേളിലുള്ള ഒരു പീക്കുണ്ട്. ഇവിടെ ഇതുണ്ട്, ഇത് 3543. നമുക്ക് ഇവിടെ നിന്ന് അങ്ങ് നോക്കിയാൽ കാണാം കേട്ടോ. ആ കാണുന്നതാണ് 3543 മീറ്റർ ഉയരമാണ് സീ ലെവലിൽ നിന്ന്. അതുപോലെയുള്ള പീക്കുകൾ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ നമുക്കിപ്പോൾ എല്ലാം അങ്ങനെ അത്രയ്ക്ക് വിസിബിൾ അല്ലെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കാണാമായിരുന്നു. കേട്ടോ, ഇത് മുഴുവൻ ഓരോരോ പീക്കുകളും അതെല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗി ഇവിടെ നിന്ന് താഴേക്ക് നോക്കാനായിട്ട്. 13,000 വർഷങ്ങൾ ആനിമൽസും ഹ്യൂമൻസും ഈ ബോ വാലിയുടെ ഈ ഒരു പാസേജ് യൂസ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇതുണ്ടോ, ഇതിപ്പോൾ നമ്മൾ വന്ന വഴിയാണത്, അവിടെ കാണാം. ഇതുണ്ടോ, അത് ആ ഹൈവേ ആണ്. ഈ ഹൈവേ ഇവിടെ നിന്നാണ് നമ്മൾ ബാൻഫിലേക്ക് തിരിഞ്ഞ് കയറി പോകുന്നത്. അപ്പോൾ ഇത് ഇന്നത്തെ ദിവസമാണ്. നമ്മൾ നാളെ ഇവിടെ വരുന്നുണ്ട്. നാളെ നമ്മൾ RVയിലായിരിക്കും വരുന്നത്, വലിയ മറ്റേ ക്യാമ്പർ വാനിൽ. അപ്പോൾ ഇന്ന് നമ്മുടെ കൂട്ടത്തിലുള്ളവരൊക്കെ ഇന്ന് പിരിഞ്ഞു പോകും. അപ്പോൾ നാളെ നമ്മൾ തന്നെ ആയിരിക്കും. ഓക്കെ, ഇതുണ്ടോ, ആ താഴെ കാണുന്നതാണ് ബോ റിവർ കേട്ടോ. ഇതാണ് ബോ റിവർ. അപ്പോൾ നാളെ അതിൻ്റെ ഒരു വാട്ടർഫോൾ ഉണ്ട്. നമുക്ക് നാളെ അവിടെ പോയിട്ട് അതൊക്കെ കാണാം. അങ്ങനെ നമ്മളിത് സൾഫർ മൗണ്ടൻ്റെ മുകളിൽ എത്തിയിരിക്കുകയാണ്. നല്ലൊരു വോക്കായിരുന്നു. അപ്പോൾ എൻ്റെ പൊന്നുമോനെ, ഇവിടെ നിന്നൊക്കെയുള്ള വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല. നിങ്ങളൊക്കെ വരണം ഇവിടെ വന്ന് ഈ റോക്കി മൗണ്ടൻ്റെ ഈ ബ്യൂട്ടി. സമയവും സൗകര്യമൊക്കെ ഉള്ളവർ വരിക, കാണുക. ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ചെറിയ ചൂടുണ്ട് കേട്ടോ.
എന്നാൽ നനുത്ത ഒരു കാറ്റുമുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഗൊണ്ടോളയിൽ വന്നിറങ്ങിയ ആ ഒരു ബിൽഡിങ് നമുക്ക് കാണാം. അപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് നമ്മളിവിടെ കണ്ടായിരുന്നു. Fiona, how is it? So good? So good so far? Yes. Only first day. ഇനിയും ഉണ്ട് അല്ലേ? ഇവിടെ കുറേ 1-2 പീക്സ് ഉണ്ട് കേട്ടോ. ഇതുണ്ടോ? You have arrived. Welcome to Sanson Peak, the highest point of Sulphur Mountain. അതാണ് ഇത്. ഏതൊക്കെയാലും നമ്മൾ ഇവിടെ പഴയ കാലത്തൊരു ആൾ വന്നിരിക്കുന്നതിൻ്റെ ഒരു പിക്ചർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സെയിം സാധനമാണ് നമ്മളിവിടെ ഈ കാണുന്നത്. ബ്യൂട്ടി, രക്ഷയില്ലാത്ത വ്യൂ ആട്ടോ. ഇതുപോലൊരു വ്യൂ വേറെ എങ്ങും കണ്ടിട്ടില്ല. ഗൈസ്, ആ താഴെ കാണുന്നതാണ് ബോ വാട്ടർഫോൾ എന്ന് പറയുന്നത്. അതിൻ്റെ നമ്മുടെ ഫെയർമൗണ്ട് ഹോട്ടലിൻ്റെ തൊട്ട് പുറകിലാണ് കേട്ടോ. നമ്മൾ നാളെ അവിടെ പോകുന്നുണ്ട്. നല്ല അടിപൊളി വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ നമ്മളിവിടെ വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ സൾഫർ മൗണ്ടൻ കോസ്മിക് റേ സ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1956 പണിതാണ്. അപ്പോൾ അതൊരു റിസർച്ചിന് വേണ്ടിയിട്ട് പണിതെന്നാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇതുണ്ടോ, ഇതാണ് അതിൻ്റെ ടോപ്പ്. അപ്പോൾ ഈ പറഞ്ഞ സംഭവമാണ് കോസ്മിക് റേയുടെ പഠനത്തിന് വേണ്ടിയിട്ട് 1956 നിർമ്മിച്ചതാണത്. ഇതുണ്ടോ, ഇതാണ് ഇതിൻ്റെ ടോപ്പ്. അപ്പോൾ അവിടെ നിന്നുള്ള മൗണ്ടൻ പീക്കുകളുടെയൊക്കെ കാഴ്ചകളൊക്കെ യഥേഷ്ടം ആസ്വദിച്ചതിന് ശേഷം വീണ്ടും ഞങ്ങൾ തിരിച്ച് നമ്മുടെ ആ സെൻറ്ററിലേക്ക് നടന്നു തുടങ്ങി. ഗൈസ്, ഇതിപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ബിൽഡിങ്ങിൻ്റെ ഏറ്റവും ടോപ്പാണ്. ഇവിടെ ഒരു ഒബ്സർവേഷൻ ഡെസ്കും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതാണ് നമ്മളിപ്പോൾ പോയിട്ട് വന്ന സൾഫർ മൗണ്ടൻ. ഇതാണ്. അതിലാണ് നമ്മൾ ഇങ്ങനെ നടന്നു വന്നിട്ട് ഈ ബിൽഡിങ്ങിൻ്റെ മുകളിൽ കയറി ഇവിടെ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ. ഇത് കൊള്ളാം, അടിപൊളിയാണ് ഇവിടുത്തെ വ്യൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. ഇതോടാ ഒരു ബെയർ, അയ്യോ ഒരു രക്ഷയില്ല. ഇതാണ് ടണൽ മൗണ്ട്. ഈ കാണുന്നതാണ് ടണൽ മൗണ്ട്. എന്നാ ദൂരെയാണെന്നറിയോ? ആ കാണുന്നതാണ് കാസ്കേഡ് മൗണ്ടൻ. അതൊന്നും കാണാൻ പറ്റും. ഇതാണ് ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നാളെ ബോട്ടിങ്ങിന് പോകുന്ന ലേക്ക്, നാളെയല്ല മറ്റന്നാൾ ബോട്ടിങ്ങിന് പോകുന്ന ലേക്ക് മിനവാങ്ക കാണാമായിരുന്നു. പക്ഷേ ഈ വിസിബിലിറ്റി കുറവായിരുന്നുകൊണ്ട് നമുക്കത് കാണാൻ പറ്റത്തില്ല. ആ ഒരു ഡയറക്ഷനിലാണ് അവർ കാണിച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ 12 മൗണ്ടൻസ് ഉണ്ട്. ഇതുണ്ടോ, ഡിസ്റ്റൻസ് ഫ്രം ബാൻഫ് ക്യാൻബറ 13,338 കിലോമീറ്ററാണ്. ഇവിടെ ബ്രസീൽ 9,906, ബീജിങ് 8,000, പാരീസ് 7,439, ലണ്ടൻ 7,098. അപ്പോൾ നമ്മൾ തന്നെയാണ് ഏറ്റവും ദൂരെ നിന്ന് വന്നേക്കുന്നത്. ക്യാൻബറയിൽ നിന്ന് 13,338 കിലോമീറ്റർ. അടിപൊളി. താഴെ നമ്മൾ ഗോണ്ടല കയറിയ ആ സെൻറ്ററാണ് അങ്ങ് താഴെ കാണുന്നത് കേട്ടോ. ഇതുണ്ടോ, അടിപൊളിയല്ലേ നോക്കി ഇവിടെ നിന്നുള്ള വ്യൂസ്.
ഗൈസ് ഇവിടെ ഈ മനോഹരമായിട്ടുള്ള ഈ സീനറിയൊക്കെ കണ്ട് നമുക്ക് കാപ്പിയൊക്കെ കുടിക്കാനായിട്ട് അതുപോലെ ലഞ്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാനായിട്ടുള്ള ഒരു അടിപൊളി ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. നല്ല വെതറാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇരുന്നുകൊണ്ട് ഈ കാഴ്ചകൾ ഈ സീനറീസൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് നമുക്ക് ലഞ്ചൊക്കെ കഴിക്കാനായിട്ടുള്ള നല്ല അടിപൊളി ഒരു ഫെസിലിറ്റിയാണിത്. അടിപൊളിയായിരുന്നു, വെതർ നല്ലായിരുന്നു. നടന്ന് എത്ര കിലോമീറ്റർ കാണും നമ്മൾ അങ്ങോട്ടും നടന്നത് ഒരു 2 കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി. പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി അല്ല, ഇത് കൂടുതലുണ്ട്. അല്ല അതെന്നാന്നറിയോ, കൂടുതൽ ഈ സ്റ്റെപ്പ് ആയതുകൊണ്ട് ഉയ്യോ താഴേക്ക് പോവാണ്. ഓ മൈ ഗുഡ്നസ്, ലുക്ക് അറ്റ് ദാറ്റ്. ഓ ഇങ്ങനെ കാണുമ്പോഴത്തേക്ക് ഭയങ്കര അല്ലേ പേടി വരും. ഗൈസ് ഇത് കാനഡയിലെ ഫസ്റ്റ് ബൈക്കേബിൾ ഗോണ്ട്ലയാണ്. ബാൻഫ് ഗോണ്ട്ല എന്ന സൾഫർ മൗണ്ടൻ്റെ മുകളിലേക്ക് പോകുന്ന ഈ ഒരു ഗോണ്ട്ലയാണ് ഫസ്റ്റ് ബൈക്കേബിൾ ഗോണ്ട്ല. ഇത് 1959 ജൂലൈ 18 സ്റ്റാർട്ട് ചെയ്തത്. 2281 മീറ്റർ 8 മിനിറ്റ് കൊണ്ടാണ് ഇതിൻ്റെ സഞ്ചാര ദൈർഘ്യം. ഗൈസ് അങ്ങനെ നമ്മുടെ സംഘർഷഭരിതമായിട്ടുള്ള ക്യാമ്പർ വാൻ കിട്ടാനായിട്ടുള്ള ഒരു വീഡിയോ നേരത്തെ ഇട്ടതുകൊണ്ട് അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഗൈസ് ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോ. അടുത്ത വീഡിയോയിൽ നമ്മൾ നമ്മുടെ സ്വന്തമായിട്ടുള്ള യാത്ര വണ്ടിയുമായിട്ട് തുടങ്ങുകയാണ്. അപ്പം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.